ഏറ്റവും നല്ല രീതിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല നല്ല കഥാപാത്രങ്ങൾ കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫിക്ക കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയപ്പെടുന്ന ആക്ടറാണ് ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ. നമുക്ക് വീഡിയോ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരാൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിലൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കിട്ട് എന്ന സിനിമയിലെ കഥാപാത്രം നല്ല റെസ്പോൺസീവ് ആണ്. പക്ഷെ തിയേറ്ററിൽ അത്രയും ആളുകൾ കേൾക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല സിനിമകൾ ചെയ്യാൻ വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം. എനിക്ക് ശരിക്കും എനിക്ക് തന്നെ ഒരു ആക്ടറിന് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തതെന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ചെയ്യാമോ അല്ലെങ്കിൽ അങ്ങനെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ അങ്ങനെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ലോക്കിൽ ഇരിക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കഥാപാത്രം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും. അതിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഓണർ. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിന്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാകുന്നതുകൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എന്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണ്. പണ്ടുകാലത്താണ് കൂടുതലും മെസ്സേജ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന സിനിമകളൊക്കെയാണ് കൂടുതലും മെസ്സേജുള്ള സിനിമകൾ. ഇപ്പം സിനിമ മൊത്തത്തിൽ മാറി പുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് ആ രീതിയിലാണ് ഇപ്പൊ സിനിമ വന്നത്. വീണ്ടും താങ്കൾ അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ളവരാണ് ചുറ്റും ആളുകളാണ് മെസ്സേജ് അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു വിഷയം ഓൾറെഡി ഉണ്ടായിരുന്നു. മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ ടേക്ക് അവേ ഒരുപാടുണ്ട്. അല്ല, മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില്. അതായത് ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നല്ല സിനിമ, മോശം സിനിമ, ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ആളുകൾ പറഞ്ഞാൽ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ, ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ, ഇന്ന ആക്ടർ ഇത്ര കോടി മുടക്കിയ സിനിമ. ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ഒരു ആസ്വാദന എപ്പോഴും നഷ്ടപ്പെടുന്നതായി തോന്നുന്നു സിനിമയ്ക്ക്. ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിന്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പൊ നമ്മള് മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്. അത് എത്ര കോടി ക്ലബിൽ കയറി ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിൽ ആരും ചർച്ച ചെയ്യില്ല. ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്. അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇതെടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു,
ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. കണ്ടന്റ് പ്ലസ് ആസിഫ് അലി മിനിമം ഗ്യാരണ്ടി ആ ഒരു ഫോർമുല തന്നെയായിരുന്നു തുടക്കം മുതൽ മനസ്സിലുണ്ടായിരുന്നു. ആസിഫ് അലി തന്നെയായിരുന്നു മനസ്സിൽ. അല്ല, അത് ഞാൻ ആസിഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ ശ്രീവാച്ചനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആസിഫിനോട് എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടർ. ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഉറപ്പായിട്ട് മനസ്സിൽ. പിന്നെ കഥ പറയുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതോടെ സെറ്റായപ്പോൾ കഥ മുന്നോട്ട് കൊണ്ടുപോയി. അല്ലെ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വന്ന് നല്ല രീതിയിൽ വന്നാൽ കൈ കിട്ടാമായിരിക്കുന്ന സീനായിരിക്കും എന്ന് വിചാരിച്ചത്. അതെ. അതില് ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയാതെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് വർക്കായതുകൊണ്ടാണ് കൈ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന വിഷയത്തിനാണ് കൈ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആരായാലും ഈ പറയുന്ന പോലെ ഡിമാൻഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഈ പറയുന്ന വിഷയത്തിനാണ് കൈ കിട്ടിയത്. അത് സന്തോഷമുണ്ട്. ആ സീൻ വർക്കാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത് വർക്കായി ഭയങ്കര സന്തോഷം. ഞങ്ങൾ സഹോദരങ്ങളാണ്. ബ്രദേഴ്സ് അല്ലേ? ഞങ്ങളിപ്പോ അത് ഈ അഡ്വക്കേറ്റുകളൊക്കെ ഒത്തിരി നമ്മൾ ഇവിടെ കേരളത്തിൽ പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ പ്രാക്ടീസ് ചെയ്ത ഒരു പേരെടുക്കുന്ന ഒരു സ്ട്രഗിൾ പീരീഡ് ആണ്. ആ ഒരു കാര്യം കൂടി സംവിധാനം ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ നായിക അമ്പലത്തിലെ ഉത്സവത്തിന് വർക്ക് ചെയ്യാൻ പോയിരുന്നു. ഇതുകൊണ്ട് വക്കീൽ പണികളൊന്നും നടത്തി അതിന് തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അമ്പലത്തിൽപ്പെട്ടത്. അവർ ഇൻട്രസ്റ്റോടെ ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. അത് സംവിധാനം അധികം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണോ? അങ്ങനെ വെച്ചാൽ ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ സംവിധായകൻ എന്ന് പറയുന്ന ഞാൻ സംവിധായകനാകുന്നതിന് തൊട്ട് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഒന്നുമല്ല. 6 മാസം പണിയെടുക്കുന്ന ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കിട്ടുന്നത് 50,000 60,000 രൂപയാണ്. ഇവിടെ ഒരു ബംഗാളിക്ക് കിട്ടും അതിലും കൂടുതൽ കാശ്. ഇത് എല്ലാ ഫീൽഡിലും തുടക്കക്കാർക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ ആ നല്ലൊരു സേഫ് പൊസിഷനിലേക്ക് എത്തുന്നത്. ഇതില് എത്ര പേർക്ക് അറിയാം